നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്ന റീഡിങ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ രാത്രികാല ചിന്തകളാണ്. നൈറ്റ് തോട്ട്സ് ഓഫ് യുവർ പേഴ്സൺ ആണ്. പ്ലസ് നിങ്ങളുടെ സങ്കടത്തിന് എന്താണ് പരിഹാരമെന്നും നിങ്ങൾ തമ്മിലൊരു പാസ്റ്റ് ലൈഫ് കർമ്മയുണ്ടോ എന്ന് നമ്മൾ നോക്കുന്നുണ്ട്. ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. റെസനേറ്റ് ആവുന്നവർ എടുത്താൽ മതി, അല്ലാത്തവർ വിട്ടുകളയുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാരോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിംഗ് എടുത്ത് നോക്കുക. നിങ്ങൾക്ക് നല്ല ഒരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ, ഇതൊരു പോസിറ്റീവായ എനർജി നിങ്ങൾക്ക് നൽകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം. കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ് ആണ്, ജെൻറ്റ്ലെസ് ആണ്. നിങ്ങൾ ഏത് സമയത്താണോ ഇത് കാണുന്നത് ആ ടൈമിൽ നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മളുടെ റീഡിങ്സുകൾ ഒരു മാനിഫെസ്റ്റേഷൻസ് ആണ്. വിശ്വാസത്തോടും പ്രാർത്ഥനയോടും സമർപ്പണ ബോധത്തോടും കൂടി നിങ്ങൾ ഇതിനെ കാണാൻ ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിനകത്ത് പോസിറ്റീവാകുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളിലേക്ക് റെസനേറ്റ് ആവുകയും നെഗറ്റീവാകുന്ന തോട്ട്സുകളെയും നെഗറ്റീവാകുന്ന എനർജികളെയും നിങ്ങളിൽ നിന്ന് ഹീലാക്കപ്പെടുകയും ചെയ്യുമെന്ന് വിശ്വസിക്കുക. നിങ്ങൾക്കിത് ആവശ്യമില്ല, ഈ ടാറോ റീഡിങ്സിൻ്റെ ആവശ്യമില്ല. ഇതിലൊരു വിശ്വാസമില്ലെങ്കിൽ ഒരു കാരണവശാലും നിങ്ങളിത് കേൾക്കാനോ ഇതിന് ഫോളോ ചെയ്യാനോ ഇതിലൊരു നെഗറ്റീവാകുന്ന ചിന്തകളിലേക്ക് കൊണ്ടുപോകാനോ ചെയ്യാതിരിക്കുക. കാരണം നിങ്ങളുടെ ലൈഫ് ആ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകേണ്ടി വരുമെന്നും മനസ്സിലാക്കുക കേട്ടോ. നിങ്ങൾക്ക് ആവശ്യമില്ല എങ്കിൽ നിങ്ങൾ വിട്ടുകളയുക. നിങ്ങൾക്ക് ഇത് പൂർണ്ണമായും വിശ്വസിക്കാൻ പറ്റുന്നുവെങ്കിൽ ഇതിനകത്ത് നിങ്ങൾക്ക് ഒരു പോസിറ്റീവാകുന്ന ചില കാര്യങ്ങൾ ലഭിക്കുന്നുവെങ്കിൽ മാത്രം നിങ്ങൾ ടാറോ റീഡിങ്സുകൾ കാണാൻ ശ്രമിക്കുക. കാരണം പ്രപഞ്ചം നൽകുന്ന ചെറിയ ചില ഇൻഫർമേഷൻസുകളാണ് നമ്മുടെ ടാറോ റീഡിങ്സുകളെന്നും മനസ്സിലാക്കുക കേട്ടോ. ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് കിങ് ഓഫ് കപ്സ് ആണ് കേട്ടോ. വളരെയധികം ഇമോഷണലി നിങ്ങളെ അവരൊരു മാനിഫെസ്റ്റിംഗ് എനർജിയിലൂടെ കൊണ്ടുപോകുന്നു എന്നാണ് കാണാൻ പറ്റുന്നത്. തീർച്ചയായിട്ടും നിങ്ങളെ അവരുടെ ആ ഒരു അവസ്ഥയിലേക്ക് അവരിലേക്ക് കണക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മാനിഫെസ്റ്റിംഗ് എനർജി നടത്തുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. വളരെയധികം ഒരു മെച്യൂരിറ്റി എനർജിയിലുള്ള ഒരു പേഴ്സണെയാണ് കാണാൻ പറ്റുന്നത്. ഏജ് കുറഞ്ഞ വ്യക്തിയാണെങ്കിലും ഒരു ടോപ്പ് എനർജി നിൽക്കുന്ന വ്യക്തിയാണെങ്കിലും നമുക്കിതിനകത്ത് കാണാൻ പറ്റുന്നത് ആ ഒരു പേഴ്സണെ സംബന്ധിച്ച് ആ ഒരു വ്യക്തി നിങ്ങളെ വളരെയധികം ഓവർ തിങ്കിങ് ചെയ്യുന്നു. നിങ്ങൾ അവരിലേക്ക് കണക്റ്റഡ് ആകാൻ, നിങ്ങൾ അവരെ തേടി ചെല്ലുക എന്ന എനർജിയിലുള്ള ഒരു മാനിഫെസ്റ്റിംഗ് ആ ഒരു മാനിഫെസ്റ്റിംഗ് എനർജിയിലേക്ക് നിങ്ങളെ കണക്റ്റ് ചെയ്യുന്നു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ആ ഒരു പേഴ്സണെ സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങളും ഒരുപാട് സ്വപ്നങ്ങളുമുള്ള ഒരു വ്യക്തിയുടെ എനർജിയാണ് കാണുന്നത്. ആ രീതിയിലൊക്കെയാണ് ആ ഒരു പേഴ്സൺ മുന്നോട്ടേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അവരുടെ ലക്ഷ്യങ്ങളും അവരുടെ വിജയങ്ങളുമാണ് ഇതിനകത്ത് ഏറ്റവും പ്രാധാന്യം കൽപ്പിച്ചു പോകുന്നത്. പക്ഷേ എന്നാലും നിങ്ങളെ അവർ ചിന്തിക്കുകയും നിങ്ങളെ അവർ മാനിഫെസ്റ്റിംഗ് ചെയ്യുകയും ചെയ്യുന്നു എന്നാണ് കാണുന്നത്. അവർ നിങ്ങളിലേക്ക് വരാനല്ല, നിങ്ങൾ അവരിലേക്ക് ചെല്ലുക എന്നതാണ് അവരുടെ ഏറ്റവും വലിയ ഒരു ഉദ്ദേശ്യം എന്നതും നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. വളരെയധികം നിങ്ങൾക്ക് തമ്മിലുള്ളൊരു റിലേഷനകത്ത് ഏറ്റവും കൂടുതൽ നടന്നിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ളൊരു ബന്ധത്തിൽ ചില ഭൗതികമാകുന്ന നേട്ടങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തിരുന്നു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ചിലപ്പോൾ അതൊരു ഫിസിക്കൽ അഡിക്ഷൻ ആവാം, അതല്ലെങ്കിൽ ഫിനാൻഷ്യലി ആവാം. നിങ്ങളെ കൊണ്ടുള്ള നേട്ടങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തിരുന്നു. നിങ്ങൾക്കിടയിലുള്ള ബന്ധത്തിൽ നിങ്ങൾ തമ്മിൽ കണക്റ്റഡ് ആയിരിക്കുന്ന ടൈമിൽ നിങ്ങൾക്കിടയിൽ ഒരു നെഗറ്റീവ് ആകുന്ന ഒരു ഊർജം പ്രവർത്തിച്ചതായിട്ട് കാണുന്നുണ്ട്. മറ്റൊരു നെഗറ്റീവ് ശക്തി നിങ്ങളെ കൺട്രോളിങ് ചെയ്തിട്ടുണ്ട്. നിങ്ങളെയും ഈ ഒരു പേഴ്സണെയും വളരെ ശക്തമായിട്ട് കൺട്രോളിങ് ചെയ്തിരുന്നു എന്നാണ് കാണുന്നത്. അതായത് ഒരു ആത്മാർത്ഥതയില്ലാത്ത എന്തൊക്കെയോ നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രം ഉരുത്തിരിഞ്ഞു വന്ന ഒരു റിലേഷൻ ആയിരുന്നു നിങ്ങളുടേതും ആ ഒരു വ്യക്തിയുടെയും ഇടയിലുണ്ടായതെന്നുള്ള വ്യക്തമായ ഒരു ചിന്ത ആ ഒരു പേഴ്സണെ വളരെയധികം അലട്ടുന്നുണ്ട്. നിങ്ങളെ ഇരയാക്കിയിരുന്നു എന്നും നിങ്ങൾക്ക് പവർ ലോസുകൾ വരുത്തിയെന്നും നിങ്ങളെ ഫോഴ്സ്ഫുള്ളി വളരെയധികം ഒരു നെഗറ്റീവാകുന്ന കാര്യങ്ങൾക്ക് യൂസ്ഫുൾ ആക്കി എന്നുമുള്ള ഒരു ചിന്ത, അല്ലെങ്കിൽ അതൊരു വിധിയായിരുന്നു എന്നുള്ള ഒരു ചിന്ത ആ ഒരു പേഴ്സണെ വളരെയധികം അലട്ടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങളെ മാനിഫെസ്റ്റിംഗ് എനർജിയിലേക്ക്, അതായത് നിങ്ങളെ ആ ഒരു വ്യക്തിയിലേക്ക് കണക്റ്റ് ചെയ്യുക, നിങ്ങൾ ആ ഒരു വ്യക്തിയെ തേടി ചെല്ലുക എന്ന ഒരു എനർജിയിലാണ് ഇപ്പോൾ ആ ഒരു പേഴ്സൺ നിൽക്കുന്നത്. വളരെയധികം ഒരു
പവർഫുള്ളായ എനർജിയുള്ള വ്യക്തിയാണ് കേട്ടോ. കാരണം ഒന്നെങ്കിൽ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു വളരെയധികം ധൈര്യവും കോൺഫിഡൻസും ഒക്കെയുള്ള വളരെ ബ്ലെസ്സിങ്സുള്ള സ്പിരിച്വൽ എനർജി കൂടുതലായിട്ട് കണക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പേഴ്സണെയാണ് കാണാൻ പറ്റുന്നത് കേട്ടോ. സ്പിരിച്വലായിട്ട് എന്ത് കാര്യത്തെയും അട്രാക്റ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വ്യക്തിത്വമാണ്. മാത്രമല്ല ഈ ഒരു പേഴ്സൺ എപ്പോഴും ചിന്തിക്കുന്നത് ഇപ്പോഴത്തെ നിങ്ങളുടെ ഒരു എനർജി എന്ന് പറയുന്നത് വലിയ ഒരു പ്രഷ്യസ് ആയ അല്ലെങ്കിൽ നിങ്ങൾ എന്തൊക്കെയോ നേട്ടങ്ങൾ കൈവരിക്കുന്നു, ഇച്ചിരി നിങ്ങൾക്കൊരു കുറച്ചധികം മുൻകോപമുള്ള ഒരു എനർജിയുള്ള പേഴ്സണാണ്, അല്ലെങ്കിൽ ഒരു സ്ട്രോങ് ആയ, അതായത് മറ്റുള്ളവരുടെ ഉപദേശങ്ങൾക്ക് നിങ്ങൾ വാല്യൂ കൽപ്പിക്കാതെ നിങ്ങളിൽ തന്നെ പ്രാധാന്യം കൽപ്പിച്ച് നിങ്ങളുടെ തീരുമാനങ്ങൾക്കൊത്ത് നിങ്ങൾ മുന്നോട്ടേക്ക് പോകുന്ന ഒരു പേഴ്സൺ ആണ് എന്നുകൂടി ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് ഓവർ തിങ്കിങ് ചെയ്യുന്നു എന്നാണ് കാണുന്നത്. മാത്രവുമല്ല നിങ്ങൾക്കിടയിൽ ഒരു തേർഡ് സിറ്റുവേഷൻസ് വന്നിരുന്നു, അതായത് നിങ്ങളോടൊപ്പം നിൽക്കെ തന്നെ ഇതിനകത്ത് ചിലപ്പോൾ ഈ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻ ഫാമിലി കണക്റ്റഡ് ആകുന്ന ഒരു എനർജി വരുന്നുണ്ട് കേട്ടോ. എന്താണെങ്കിലും വലിയൊരു ഫാമിലി ഓറിയൻറ്റഡ് ആയ ഒരു പേഴ്സൺ ആണ് നിങ്ങളുടെ വ്യക്തി. കുടുംബത്തിൽ ഒരുപാട് ഉത്തരവാദിത്തങ്ങളും പേരൻസിൻ്റെതായ ഒരുപാട് ചുമതലകളും വഹിക്കേണ്ടി വരികയും ഫിനാൻസ് സംബന്ധമായ കാര്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടി വരികയും ഇപ്പം മറ്റുള്ളവരുണ്ടെങ്കിൽ പോലും ഫാമിലിയെ കണക്റ്റ് ചെയ്ത് നിങ്ങളുടെ വ്യക്തിയായിരിക്കാം കുടുംബത്തിലെ മുഴുവൻ ചുമതലകളും അല്ലെങ്കിൽ ഉത്തരവാദിത്തങ്ങളും നടത്തേണ്ടി വരുന്നത്. വേറെയും അംഗങ്ങൾ ആ ഒരു ഫാമിലിയെ കണക്റ്റ് ചെയ്തുണ്ടെങ്കിൽ തന്നെ നിങ്ങളുടെ പേഴ്സൺ തന്നെയാണ് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ, അതായത് ഫിനാൻഷ്യലി യൂസ് ചെയ്യുന്നത് നിങ്ങളുടെ വ്യക്തിയെയാണെന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. എന്താണെങ്കിലും നിങ്ങൾക്കിടയിൽ ഒരു തേർഡ് സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു. ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് നിങ്ങളോടൊപ്പം നിങ്ങളെ നിർത്തിക്കൊണ്ടും അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ തന്നെ വേറെയും സിറ്റുവേഷൻസുകളെ ഹാൻഡിൽ ചെയ്തു പോയ ആ ഒരു കാര്യം ഈ ഒരു പേഴ്സൺ വളരെയധികം ആഴത്തിൽ ചിന്തിക്കുന്നു. അത് അവരുടെ ഉറക്കം കെടുത്തുന്നു. കുറ്റബോധം കൊണ്ടും പശ്ചാത്താപം കൊണ്ടും അവർ ചെയ്ത നെഗറ്റീവാകുന്ന ചില കാര്യങ്ങൾ കൊണ്ടും അവരുടെ ഉറക്കം കെടുത്തിക്കളയുന്നു എന്ന് തന്നെയാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. വളരെയധികം ഉത്കണ്ഠയും ഉണ്ട്, ഭയത്തെയും അതിജീവിക്കുന്നുണ്ട്. ചില ടൈമിൽ അവരുടെ മനസ്സ് അവരുടെ കയ്യിൽ നിന്നും വിട്ടുപോകുന്ന ഒരു എനർജി, അതായത് ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് നിങ്ങൾക്കിടയിൽ കൊണ്ടുവന്നത് വളരെയധികം ഒരു അബദ്ധമായി പോയി, അല്ലെങ്കിൽ അത് ഏറ്റവും വലിയൊരു പാവമാണ് ചെയ്തതെന്നുള്ള ഒരു ചിന്ത അവരെ വളരെയധികം അലട്ടുന്നതായിട്ട് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതിലവർ പശ്ചാത്താപിക്കപ്പെടുന്നുണ്ട് കേട്ടോ. നിങ്ങളെ ഇത് ചെയ്ത ആ ഒരു ചീറ്റിംഗ് എനർജി അവരെ വളരെയധികം പശ്ചാത്താപത്തിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്, ഒറ്റപ്പെടലിലേക്ക് കൊണ്ട് ചെന്ന് നിർത്തിയിട്ടുണ്ട്. കൂടാതെ ഒരുപാട് പ്രോബ്ലംസിനെ അവർ അതിജീവിക്കേണ്ടി വരുന്നു. വേദനാജനകമായ ഒരുപാട് പ്രശ്നങ്ങളെ അവർ നേരിടേണ്ടി വരുന്ന ഒരു എനർജി കൂടി ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. കൂടാതെ തന്നെ നിങ്ങളെ ഒരു വളരെയധികം ഒരു നോളജുള്ള വളരെയധികം ടാലൻറ്റഡ് ആയ ഒരു എനർജി ആയിട്ടും നിങ്ങളുടെ പേഴ്സൺ കാണുന്നുണ്ട് കേട്ടോ. അവരുടെ ഓർമ്മകളിൽ നിങ്ങൾ വളരെയധികം ഒരു കണക്റ്റഡ് ആയ വളരെയധികം പ്രഷ്യസ് ആയതും പൂർണ്ണതയുള്ളതും അബണ്ടൻസോട് കൂടിയുള്ള ഒരു എനർജി ആയിട്ടും ആ ഒരു വ്യക്തി നിങ്ങളെ കാണുന്നു എന്നാണ് നമുക്ക് കിട്ടുന്ന എനർജി. മാത്രവുമല്ല നിങ്ങളോട് ഒരുമിച്ചുണ്ടായിരുന്ന അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ആ ഒരു ടൈമിലാണ് അവർ ഏറ്റവും കൂടുതൽ സന്തോഷം അനുഭവിച്ചത്. മതിമറന്ന് ചിരിക്കാനും മതിമറന്ന് ഓരോ കാര്യങ്ങൾ അനുഭവിക്കാനും അതുപോലെ അവരുടെ ലൈഫിൽ ഒരു പൂർണ്ണത ഉണ്ടായത് നിങ്ങളോടൊപ്പം ചേർന്നപ്പോഴാണ്. നിങ്ങളുമായിട്ട് കണക്ട് ചെയ്ത ടൈമുകളിലെല്ലാം അവർക്ക് ഫിനാൻഷ്യലിയും നല്ല ഒരു മാറ്റമുണ്ടായിരുന്നു. ഇമോഷണലിയും ഹെൽത്ത് പരമായിട്ടും എല്ലാം അവർക്കൊരു സക്സസ് ആയിരുന്നു എന്നുള്ള ഒരു തിരിച്ചറിവും ഇപ്പം ആ ഒരു പേഴ്സണിൽ നിറഞ്ഞു നിൽക്കുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുതിയ തുടക്കം അല്ലെങ്കിൽ ഒരു വെയിറ്റിംഗ് എനർജിയിലാണ്. നിങ്ങൾക്ക് വേണ്ടി അവർ വെയിറ്റിംഗ് ചെയ്യുന്നു എന്നാണ് കാണുന്നത്. ചിലപ്പോൾ ചിലരൊക്കെ വിദേശത്ത് ജോലി അങ്ങനെ സംബന്ധമായി പോയ വ്യക്തികൾ ഉണ്ടാവാം കേട്ടോ. നിങ്ങളിൽ ഒരു പേഴ്സൺ ഒരു ലോങ് ഡിസ്റ്റൻസിൽ നിൽക്കുന്ന ഒരു എനർജിയാണ്. അപ്പോൾ ഒരു തിരിച്ചുവരവിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഒരു തിരിച്ചുവരവിന് വേണ്ടിയിട്ടും അതിനോടൊപ്പം തന്നെ അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങളിൽ നിന്നും ഒരു ഓപ്പർച്യൂണിറ്റീസ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടും ആ ഒരു വ്യക്തി വളരെ ആഴത്തിൽ ആഗ്രഹിക്കുന്നുമുണ്ട്. പ്ലസ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുമുണ്ട്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ചെയ്യുന്നുമുണ്ട്. നിങ്ങൾ എവിടെയാണോ അവിടേക്കാണ് അവരുടെ ഇപ്പോഴത്തെ ഒരു മൈൻഡ് സെറ്റ്, അല്ലെങ്കിൽ അവരുടെ ആ നൈറ്റ് തോട്ട്സിൽ അവർ നിങ്ങളെ പൂർണ്ണമായും ചിന്തിക്കുന്നു എന്നാണ് നമുക്ക് കാണാൻ പറ്റിയത്. തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാം ആ ഒരു പേഴ്സണ്. നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന സെലിബ്രേഷൻസ്, നിങ്ങൾ തമ്മിലുണ്ടായിരുന്ന മതിമറന്ന സന്തോഷങ്ങൾ, സമയങ്ങൾ, ഇതെല്ലാം ആ ഒരു വ്യക്തി വളരെയധികം എഫേർട്ട് എടുത്ത് തന്നെ ചിന്തിക്കുന്നു എന്ന് തന്നെ പറയാം. വളരെ സന്തോഷമായിട്ട് തന്നെയാണ് നിങ്ങളും അവരും തമ്മിലുണ്ടായിരുന്ന നിമിഷങ്ങളെ അവർ ഓർത്തെടുക്കുന്നത്. നിങ്ങളിലേക്ക് ആ ഒരു പേഴ്സൺ വരാം, പക്ഷേ എന്തോ
തടസ്സങ്ങളെ ആ ഒരു വ്യക്തി അതിജീവിക്കേണ്ടിയിരിക്കുന്നു. അതല്ലെങ്കിൽ ഒരു കൺഫ്യൂഷൻ നിങ്ങളിൽ ഫോക്കസ്ഡ് ആണെങ്കിലും നിങ്ങൾ എത്രത്തോളം പ്രഷ്യസ് ആണ്, അതുപോലെ നിങ്ങളൊരു ഫിനാൻസ് സംബന്ധമായിട്ടൊക്കെ ഒരു ടോപ്പ് എനർജിയിലേക്ക് പോകുന്നു എന്നുള്ള ഒരു തോന്നലും അവരുടെ ഉള്ളിൽ വളരെയധികം ശക്തമായിട്ടുണ്ട്. നിങ്ങളും അവരും തമ്മിൽ ഒരു എനർജി പറയുകയാണെങ്കിൽ ഒരു ട്വിൻ ഫ്ലെയിം ജേണിയിലൂടെ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും കേട്ടോ. കാരണം നിങ്ങൾക്കും അവർക്കും തമ്മിലുള്ള ആ ഒരു ബന്ധത്തിൻ്റെ ആഴമെന്ന് പറയുന്നത് ഒരേപോലെ തന്നെയാണ്. നിങ്ങൾ എത്ര പ്രഷ്യസ് ആയിട്ടാണ് ആ ഒരു വ്യക്തിയെ കാണുന്നത്, അതുപോലെ ആ ഒരു വ്യക്തിയും കാണുന്നുണ്ടെങ്കിലും ചില സാഹചര്യങ്ങളാണ് നിങ്ങൾക്കിടയിൽ ഒരു സെപ്പറേഷൻ പീരീഡ് വരുത്തി വെച്ചിരിക്കുന്നത്. ചിലപ്പോൾ ഈഗോ ആവാം, അതല്ലെങ്കിൽ മറ്റു വ്യക്തികളുടെ, നമുക്കിവിടെ തേർഡ് സിറ്റുവേഷൻസിനെ കാണാൻ പറ്റി. ആ ഒരു തേർഡ് സിറ്റുവേഷൻസിൽ ഇവർ ഫിനാൻഷ്യലി ഒരു കൈമാറ്റം നടത്തിയ ഒരു എനർജി കാണുന്നുണ്ട് കേട്ടോ. ഫാമിലിയെ കണക്ട് ചെയ്ത്, അതായത് കുടുംബപരമായ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഫിനാൻഷ്യലി ഇവരെന്തോ ഒരു കൈമാറ്റം ആ ഒരു തേർഡ് സിറ്റുവേഷൻസിൽ നിന്ന് നടത്തിയതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കിടയിൽ ഈ ഒരു അകൽച്ചയ്ക്കും അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ ഇത്രത്തോളം ഒരു കുറ്റബോധം തോന്നാനുള്ള കാരണം ആയിരിക്കുന്നതെന്നും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. എന്താണെങ്കിലും വളരെയധികം ഒരു ഈഗോയിസ്റ്റിക് ആയ പേഴ്സൺ ആണ് നിങ്ങളുടെ വ്യക്തി. എവിടെയും അങ്ങനെ തോറ്റു തരിക, തല കുനിക്കുക, അതിനോടൊന്നും വലിയ താല്പര്യമില്ലാത്ത, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ ഇയാളുടെ ഇമോഷൻസിനെ അടിയറ വയ്ക്കാൻ യാതൊരു രീതിയിലും താല്പര്യമില്ലാത്ത ഒരു എനർജിയുള്ള പേഴ്സണെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. എന്താണെങ്കിലും ആ ഒരു വ്യക്തി നിങ്ങളിൽ ഫോക്കസ്ഡ് ആണ്, നിങ്ങളിൽ പൂർണ്ണമായും കോൺസെൻട്രേഷൻ ചെയ്ത് നിൽക്കുന്നു. നിങ്ങളിലാണ് ആ ഒരു പേഴ്സൻ്റെ എനർജി നിൽക്കുന്നതെന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതുപോലെ ഈ ഒരു ബന്ധത്തെ മുന്നോട്ടേക്ക് കൊണ്ടുപോകണമെങ്കിൽ ചിലപ്പോൾ കുറച്ച് എഫോർട്ട് എടുക്കേണ്ടി വരുമെന്നും ആ ഒരു വ്യക്തി ചിന്തിക്കുന്നുണ്ട്. ഒരു ടാസ്ക് പോലെയാണ് ആ ഒരു പേഴ്സണെ ഈ ഒരു ബന്ധത്തെക്കുറിച്ച് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുമായിട്ടുള്ള ആ ഒരു റിലേഷൻ മുന്നോട്ടേക്ക് ഇനി കൊണ്ടുപോകുക എന്നതൊരു എഫോർട്ട് എടുക്കേണ്ടി വരുന്നു, ഒരു മത്സരം പോലെ കാണേണ്ടി വരുന്നു. ചിലപ്പോൾ ചില സാഹചര്യങ്ങളിൽ ഒരു കോൺഫ്ലിക്റ്റും അല്ലെങ്കിൽ ഒരു കോമ്പറ്റീഷനും ഒക്കെ നടക്കുന്ന ഒരു എനർജിയിലേക്ക് പോകേണ്ടി വരുമെന്നും ആ ഒരു പേഴ്സൺ മനസ്സിലാക്കുന്നുണ്ട്. കൂടാതെ തന്നെ നിങ്ങളുടെ ഈ ഒരു നിരാശ, ദുഃഖമൊക്കെ അവസാനിക്കുക എന്നത് ഒരു കുറച്ച് ടൈം എടുക്കുന്ന ഒരു എനർജിയാണ് കേട്ടോ കാണുന്നത്. വെയിറ്റിംഗ് ചെയ്യേണ്ടി വരുന്നു എന്നാണ് കാണുന്നത്. കാരണം നിങ്ങൾക്കിടയിൽ ഒരു പുതിയ തുടക്കം തീർച്ചയായിട്ടും വരും. നിങ്ങളുടെ ദുഃഖം മാറും. തേർഡ് പാർട്ടി സിറ്റുവേഷൻ സെൻഡായി തന്നെ പോകുന്നതായിട്ടാണ് കാണുന്നത്. പക്ഷേ ഒരു മെസ്സേജോ കോളോ ഒക്കെ വരണമെങ്കിൽ കുറച്ച് കാലതാമസം എടുക്കുന്ന ഒരു എനർജിയാണ്. കാരണം കുറച്ച് എക്സ്ട്രാ റെസ്പോൺസിബിലിറ്റി ആ ഒരു പേഴ്സണ് മറ്റൊരിടത്ത് ഉണ്ട് എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതിനാൽ നിങ്ങളുടെ ഈ ഒരു വേദന നിങ്ങൾ അനുഭവിക്കുന്ന, നിങ്ങൾക്കൊരു സക്സസ് ഉണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് തമ്മിൽ ഒരുമിച്ചൊരു സന്തോഷം, സമാധാനം, നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ ഒരു ലൈഫ് സിറ്റുവേഷൻ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യപ്പെടും എന്നുള്ളത് 100% ഉറപ്പാണ്. ഈ പേഴ്സണെ സംബന്ധിച്ച് ഈ പേഴ്സൺ ഒരു ട്രാപ്പ് എനർജിയിലാണ് നിൽക്കുന്നത് കേട്ടോ. എവിടെയോ ഒരു സിറ്റുവേഷൻസിൽ ഈ ഒരു വ്യക്തി ട്രാപ്പിലാക്കപ്പെട്ടാണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ ആ ഒരു സിറ്റുവേഷൻസിൽ ആ വ്യക്തിക്ക് സാറ്റിസ്ഫൈഡ് ആകാനും പറ്റുന്നില്ല. പക്ഷേ ആ ഒരു സിറ്റുവേഷൻസിനെ വിട്ട് പെട്ടെന്ന് വരാൻ പറ്റില്ല. കാരണം അത് ദൈവത്തിന് വിട്ടുകൊടുത്തു എന്നുള്ള ഒരു എനർജിയിലാണ് ആ ഒരു പേഴ്സൺ വെയിറ്റിംഗ് ചെയ്ത് നിൽക്കുന്നത്. കാരണം എന്തൊക്കെയോ ജസ്റ്റിസ് നേരിടുന്നുണ്ട്. ഒന്നുകിൽ അയാൾ ചെയ്ത പ്രവൃത്തിയുടെ ഫലമാവാം, അയാളൊരു ജസ്റ്റിസ് നേരിട്ടുകൊണ്ടേയിരിക്കുന്നു. അയാൾ ചെയ്ത പ്രവൃത്തിയുടെയോ അല്ലെങ്കിൽ മുന്നും പിന്നും നോക്കാണ്ട് മുന്നോട്ടേക്ക് കടന്നു പോയതിൻ്റെയോ ഒക്കെ ആകാം ഒരു കീഴടങ്ങലാണ് ഇപ്പോൾ നിൽക്കുന്ന സിറ്റുവേഷൻസിൽ. ശരിക്കും ഹാർട്ട് ബ്രോക്കൺ എനർജിയിലാണ് നിന്നും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു പ്രതീക്ഷ എന്ന എനർജിയിലേക്ക് മാറാൻ പറ്റും. ഒരു സ്കോപ്പ് ഉണ്ട് നിങ്ങളുടെ ദുഃഖങ്ങളും സങ്കടങ്ങളും മാറാനായിട്ട്. ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് ഫാസ്റ്റ് തിങ്കിങ് ആണ്. പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ എടുക്കണം, ആക്ഷൻ എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. തിരിച്ചു വരണമെന്ന് ആ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. ആ ഒരു വ്യക്തിയെ സംബന്ധിച്ചൊരു ഒറ്റപ്പെടലും ഏകാന്തതയുമാണ് ഇപ്പോൾ അനുഭവിക്കുന്നത്. സാറ്റിസ്ഫൈഡ് ആകുന്ന ഒരു എനർജിയിലല്ല ഒരു വ്യക്തി നിൽക്കുന്നത്. നിരാശയിലും ദുഃഖത്തിലും വീണാണ് ആ ഒരു പേഴ്സൺ നിൽക്കുന്നത്. കാര്യങ്ങളെ ബാലൻസ് ചെയ്യാൻ പറ്റുമെന്നാണ് നമുക്ക് കാണുന്നത് കേട്ടോ. നിങ്ങളുടെ ആ ഒരു ജീവിതത്തെ, നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ഇമോഷൻസിനെ ഒരുപാട് ബ്ലെസ്സിങ്സോട് കൂടി ഇപ്പം ആ ഒരു പേഴ്സൺ പോലും ചിന്തിക്കുന്നത് ഈശ്വരനായിട്ട്, അല്ലെങ്കിൽ ഇത് എന്താന്ന് വെച്ചാൽ സംഭവിക്കട്ടെ, ദൈവമായിട്ട് സപ്പോർട്ട് ചെയ്യുമെങ്കിൽ, ഏഞ്ചൽസിൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ഒരു മാറ്റം വരട്ടെ എന്ന് ചിന്തിക്കുന്നത് പോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ബാലൻസിലേക്ക് വരുമെന്നാണ് കാണുന്നത്. പിന്നെ ഏറ്റവും വലിയൊരു പ്രത്യേകത, ഈ ഒരു പേഴ്സൺ നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആവാതെ നിൽക്കുന്നുവെങ്കിൽ, ഒരു ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷൻസ് ആണെങ്കിലും
പൂർണ്ണമായും ഒരു സെപ്പറേഷൻ പീരീഡ് ആണെങ്കിലും ഈ ഒരു വ്യക്തിയുടെ ഈഗോയാണ് ഏറ്റവും വലിയ പ്രശ്നത്തിന് കാരണം. ബാക്കി എല്ലാ കാര്യങ്ങളെയും ഈ വ്യക്തിക്കും നിങ്ങൾക്കും തരണം ചെയ്യാൻ സാധിക്കും. പക്ഷേ ഈ ഒരു വ്യക്തിയുടെ ഈഗോ എന്ന് പറയുന്നതും അതുപോലെ ഓവർ തിങ്കിങ്, ആവശ്യമില്ലാത്ത ചില ചിന്തകളുമാണ്. ചിലപ്പോൾ നിങ്ങളുടെ മുമ്പിൽ തല കുനിക്കുക എന്നത് അല്ലെങ്കിൽ നിങ്ങളെ തേടി വരിക എന്നത് അയാളുടെ ഒരു പ്രസ്റ്റീജിൻ്റെ പ്രശ്നമായിട്ട് അയാൾ കാണുന്നുണ്ട് എങ്കിൽ ആ വ്യക്തിയുടെ അഭിമാനം നഷ്ടപ്പെടുമോ, എൻ്റെ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ ഞാനങ്ങ് കുറഞ്ഞു പോകുമോ എന്നൊക്കെയുള്ള ചില ആവശ്യമില്ലാത്ത ചിന്തകൾ ഈ ഒരു പേഴ്സണെ വളരെയധികം അലട്ടുന്നുണ്ട്. ഇതൊക്കെയാണ് നിങ്ങളുടെ ഇടയിൽ ഇത്രത്തോളം നിരാശയും ദുഃഖവും എല്ലാം ഉണ്ടാവാൻ കാരണമായിരിക്കുന്നതെന്നും നമുക്ക് ഇതിനകത്ത് കാണുന്നുണ്ട്. ഒരു ഹീലിംഗ് എനർജിയാണ് ഇപ്പോൾ വേണ്ടത്. തീർച്ചയായിട്ടും നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ശക്തമായൊരു ഹീലിംഗ് എനർജിയാണ് വേണ്ടത്. നിങ്ങൾ കാര്യങ്ങളെ മനസ്സിലാക്കുക. നമ്മളുടെ ഡെസ്റ്റിനിയിൽപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിൽ, നമുക്കുള്ളതാണ് എങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വന്നു ചേരും. നിങ്ങൾക്കൊരു സക്സസ്സും ന്യൂ ബിഗിനിങ്ങും അതായത് നിങ്ങൾ ചിന്തിച്ചതിനേക്കാൾ അപ്പുറമുള്ള ഒരു പൂർണ്ണതയോട് കൂടിയ ഒരു എനർജി നിങ്ങളെ തേടി വരും. പക്ഷേ നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ഒരു ഹീലിംഗ് എനർജിയിലാണ്. നിങ്ങൾ പൂർണ്ണമായും ഒരു സെൽഫ് ലവ് എനർജിയിലേക്ക് വരിക. നിങ്ങളിൽ നിങ്ങൾ കോൺസെൻട്രേഷൻ ചെയ്യുക, പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൊടുക്കുക. നിങ്ങൾ പൂർണ്ണമായും ഒന്ന് ഉൾവലിഞ്ഞ് നിൽക്കുക. മറ്റെല്ലാത്തിലേക്കും ചെന്ന് ചാടി അബദ്ധങ്ങൾ, അതായത് നമ്മുടെ മനസ്സ് കറക്റ്റ് അല്ല, നമ്മളുടെ മൈൻഡ് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുന്ന രീതിയിലല്ല നമ്മുടെ മനസ്സ് മുന്നോട്ടേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നതെങ്കിൽ, നമ്മുടെ മനസ്സ് നമ്മുടെ നിയന്ത്രണത്തിനപ്പുറത്തേക്കാണ് എങ്കിൽ തീർച്ചയായിട്ടും ജസ്റ്റ് ഒന്ന് ഉൾവലിഞ്ഞ് നിൽക്കുക എന്നതാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. അത് നിങ്ങളൊന്ന് ഹീലായി കാര്യങ്ങളെ മനസ്സിലാക്കി ഒരു സ്ട്രെങ്ത്, ഒന്ന് പിടിച്ചു നിൽക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു സ്ട്രോങ് എനർജിയിൽ വന്നിട്ട് പ്രവർത്തിക്കുക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ നിങ്ങളിലേക്ക് തന്നെ വന്നു ചേരും. കൂടാതെ തന്നെ നമുക്കിവിടെ കാണാൻ പറ്റുന്നത് നിങ്ങളുടെ ഒരു കർമ്മ എന്താണെന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ തീർച്ചയായിട്ടും ഒരു ജസ്റ്റിസ് ഉണ്ട് കേട്ടോ. അതായത് ഒരു പാസ്റ്റ് ലൈഫ് കർമ്മയിലെ ജസ്റ്റിസ് ആണ് നിങ്ങളിലേക്ക് വന്നിരിക്കുന്നത്. ഇത് യൂണിവേഴ്സ് നിങ്ങളെ ഫോക്കസിങ് ചെയ്ത് വെച്ചിരുന്ന ഒരു കാര്യമായിട്ട് തന്നെയാണ് കാണാൻ പറ്റുന്നത്. അതായത് പാസ്റ്റിൽ സംഭവിച്ചു പോയ ചില തെറ്റുകൾ, മുൻ ജന്മങ്ങളിൽ സംഭവിച്ച ചില തെറ്റുകൾക്കുള്ള ഒരു ജസ്റ്റിസ് മാത്രമാണ് ഈ ഒരു റിലേഷൻ്റെ എനർജി എന്നാണ് കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ എത്രത്തോളം ആ ഒരു പേഴ്സണെ ഹോൾഡ് ചെയ്യുന്നുവോ അത്രത്തോളം നിങ്ങളുടെ ലൈഫിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള പല കാര്യങ്ങൾ സംഭവിക്കുമെന്നും ഒരു സൺറൈസിങ് ആണ് ഇതിൻ്റെ അവസാന ഫലം ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നതെന്നും യൂണിവേഴ്സ് കാണിച്ചു തരുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ തമ്മിൽ പാസ്റ്റ് ലൈഫിൽ ഒരു ഒന്നെങ്കിൽ നിങ്ങൾ പൂർണ്ണമായും കണക്റ്റഡായ സോൾ എനർജി ആയിട്ട് കണക്റ്റഡായ, അതായത് ഏഞ്ചൽസിൻ്റെ സപ്പോർട്ടോട് കൂടിയ ഒരു റിലേഷൻ്റെ എനർജിയാണ് കാണുന്നത്. അത് ഏത് രീതിയിലുള്ള റിലേഷൻ ആണെങ്കിലും നിങ്ങളൊരു പാർട്ട്ണർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപോലെ മനസ്സറിഞ്ഞ് കടന്നുപോയ പാർട്ട്നേഴ്സ് ആയിരുന്നുവെങ്കിലും ആ ഒരു ബ്ലെസ്സിങ്സും അബണ്ടൻസിൻ്റെ ഇടയിൽ സംഭവിച്ച ചില നിരാശകൾ, ചില നഷ്ടങ്ങളാണ് ഈ ഒരു ജന്മത്തെ അല്ലെങ്കിൽ ഈ ഒരു ടൈമിൽ നിങ്ങൾ ഈ ഒരു ചീറ്റിംഗ് എനർജി നേരിടേണ്ടി വന്നിരിക്കുന്നതെന്നാണ് കാണുന്നത്. തീർച്ചയായിട്ടും ആ ഒരു സിറ്റുവേഷൻസിനെ പക്വതയോടുകൂടി തന്നെ നിങ്ങൾക്ക് അതിജീവിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് കാണുന്നത്. ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് നിങ്ങളിൽ നിന്ന് ലെറ്റ് ഗോ ചെയ്തതിന് ശേഷം പൂർണ്ണമായി ഈ ഒരു ബന്ധമില്ല, ശൂന്യമായി എന്ന് ചിന്തിക്കുന്ന അടുത്ത് നിന്നുമാണ് ഈ ഒരു ബന്ധം ബാലൻസിലേക്ക് വരുന്നത്. അതായത് ഒരു കർമ്മയുണ്ട്, അത് എത്ര കാലം എന്നുള്ളതിനപ്പുറത്തേക്ക് നമുക്ക് നമ്മുടെ കർമ്മ എൻഡ് ആകുന്നത് വരെ നമ്മൾ ഈ ഒരു സെപ്പറേഷൻ പീരീഡും പെയിൻഫുള്ളായ സാഹചര്യങ്ങളും അവഗണനകളും നിരാശയും നഷ്ടവും എല്ലാം അനുഭവിച്ച് കടന്നു പോകേണ്ടി വരുമെന്ന് തന്നെയാണ് നമുക്ക് കാണിച്ചു തരുന്നത്. കാരണം നിങ്ങൾ അത്രത്തോളം പൂർണ്ണതയോടുകൂടി കടന്നുപോയൊരു റിലേഷനിലാണ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഈ ഒരു തകർച്ച, ചേഞ്ചിങ്, നഷ്ടം സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സ്ഥിതിക്ക് നമുക്കിവിടെ കാണാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ബ്ലെസ്സിങ്സ് നിറഞ്ഞൊരു ബന്ധവും കൂടിയാണ് കേട്ടോ. വളരെയധികം നിങ്ങൾ രണ്ടുപേരും മനസ്സറിഞ്ഞൊന്ന് കാണാനും അറിയാനും ശ്രമിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഈ ഒരു ബന്ധത്തിൻ്റെ പൂർണ്ണതയും ഈ ബന്ധം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ രണ്ടുപേരും ഒരുപോലെ ഉൾക്കൊള്ളുന്ന ഒരു സാഹചര്യം വരണം. അത് ഏഞ്ചൽസിൻ്റെ
സപ്പോർട്ട് ഉണ്ടായാൽ മാത്രമാണ് ആ ഒരു സാഹചര്യം വരികയുള്ളൂ. അത് നിങ്ങളുടെ ആ ഒരു കർമ്മ, അതായത് നിങ്ങളുടെ ആ ഒരു ബാഡ് കർമ്മ എനർജി എൻ്റെ ആകുന്നതോട് കൂടി തന്നെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഡിവൈൻ ബാലൻസ് നൽകും. നിങ്ങളുടെ ലൈഫിനൊരു ബാലൻസ് എനർജിയിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കാനും പറ്റും. കർമ്മ എൻഡോട് കൂടി തന്നെ നിങ്ങൾക്ക് പുതിയൊരു തുടക്കം ഉണ്ടാവുകയും ചെയ്യുമെന്ന് തന്നെയാണ് യൂണിവേഴ്സ് കാണിച്ചു തന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഒരു പാസ്റ്റ് ലൈഫിലെ ഒരു ചീറ്റിംഗ് എനർജി, അതായത് ആരാണോ ഇപ്പോൾ പെയിൻ അനുഭവിക്കുന്നത് ആ ഒരു പേഴ്സൺ ആണ് മുൻ ജന്മങ്ങളിൽ ചീറ്റിംഗ് എനർജി ചെയ്തതെന്നുള്ളത് മനസ്സിലാക്കുക. ആ ഒരു ലെസൺ, ആ ഒരു പാഠം പഠിപ്പിക്കാൻ വന്നിരിക്കുന്നതാണ് ഈ ഒരു പേഴ്സൻ്റെ എനർജി. തീർച്ചയായിട്ടും അത് കഴിഞ്ഞാൽ നിങ്ങളും അവരും തമ്മിൽ പൂർണ്ണമായും കണക്റ്റഡ് ആവുകയും ബാലൻസിൽ വരികയും ചെയ്യുമെന്നത് 100% ഉറപ്പാണ് കേട്ടോ. അപ്പോൾ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ, ഇത് പോസിറ്റീവായൊരു എനർജി നൽകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം. എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.